പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 11 അശുദ്ധാത്മാവിൻ്റെ തിരിച്ചുവരവിനെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. ലൂക്ക 11:24 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു, അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. കണ്ടെത്താതെ വരുമ്പോൾ ഇറങ്ങി വന്ന ഭവനത്തിലേക്ക് അത് തിരിച്ചു വരുന്നു. തന്നേക്കാൾ ദുഷ്ടരായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ വാസം ഉറപ്പിക്കുന്നു. അങ്ങനെ ആ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിത്തീരുന്നു. നമ്മിൽ പലരും ഈ വചനത്തിൽ വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നവരാണ്. കാരണം പ്രാർത്ഥിച്ചിട്ട് അശുദ്ധാത്മാവ് പോയിട്ട് അശുദ്ധാത്മാവ് തിരികെ വന്ന് തന്നേക്കാൾ ശക്തരായ 7 അശുദ്ധാത്മാക്കളെയും കൂട്ടിക്കൊണ്ടു വന്ന് അവനിൽ വാസമുറപ്പിക്കും. അത് നടക്കുമോ എന്ന ചിന്തയാണ് പലരിലും നാം കാണുന്നത്. എന്നാൽ തിരുവചനം എന്താണ് പറയുന്നത്? അതാണ് നാം സ്വീകരിക്കേണ്ടത്. റോമ 9:6 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. 1 തിമോത്തി 4:9 പറയുന്നു, വചനം വിശ്വാസയോഗ്യവും തികച്ചും സ്വീകാര്യവുമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22:29 യേശു പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. വെളിപാട് 1:3 പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നവ പാലിക്കുന്നവരും അനുഗ്രഹീതർ എന്ന്. ഇപ്പോൾ ബൈബിളിലെ വചനങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ വിശ്വാസത്തോടെ വായിക്കുന്നവരും കേൾക്കുന്നവരും അവ പാലിക്കുന്നവരും അനുഗ്രഹീതരാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നമ്മിൽ പലരും ചോദിച്ചേക്കാം, പിശാച്, അതായത് സാത്താൻ, തിന്മയുടെ ശക്തി, അശുദ്ധാത്മാവ് എന്നിവ നാം പറയുന്ന ഇവ എന്തെങ്കിലും വാസ്തവത്തിലുണ്ടോ? ദൈവം ഇവയെ സൃഷ്ടിച്ചിട്ടുണ്ടോ? അവ മനുഷ്യനെ ശല്യം ചെയ്യുമോ? എന്നാൽ ബൈബിൾ എന്താണ് പറയുന്നത്? അതാണ് നാം സ്വീകരിക്കേണ്ടത്. 1 പത്രോസ് 5:8 പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. 1 യോഹന്നാൻ 3:8 തിരുവചനം പറയുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. വെളിപാട് 12:12 പരിശുദ്ധാത്മാവ് പറയുന്നു, ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിശാചിനെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല എന്നത് സത്യമാണ്. അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തോടൊപ്പം സ്വർഗത്തിൽ വസിച്ചിരുന്ന മാലാഖമാർ ധിക്കാരവും അഹങ്കാരവും അനുസരണക്കേടും കാണിച്ചുകൊണ്ട് അതായത് ദൈവത്തേക്കാൾ വലിയ ആളായി മാറാനായിട്ടുള്ള ശ്രമം നടത്തി അവർ അതിൽ വിജയിക്കാനുള്ള ശ്രമം നടത്തുന്നത് കണ്ടപ്പോൾ ദൈവം അവരെ ചിതറിക്കുകയാണ്, തട്ടി താഴെയിട്ടു, പാതാളത്തിൻ്റെ അടിത്തട്ടിലേക്ക് എറിഞ്ഞു. അവരാണ് യഥാർത്ഥത്തിൽ തിന്മയുടെ ശക്തിയായി പിശാചായി മാറിയത്. അവർ തീർച്ചയായും മനുഷ്യനെ ഉപദ്രവിക്കും. യേശുവിൻ്റെ അടുത്ത് പോലും പിശാച് വന്ന് പ്രലോഭനങ്ങൾ ഉണ്ടാക്കുന്നത് നാം ബൈബിളിൽ കാണുന്നുണ്ട്. അപ്പോൾ യേശു പറയുന്നത്, അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ കൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്നാണ്. പിശാച് എന്തിനാണ് വരുന്നത്? പിശാച് വരുന്നത് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റി നമ്മുടെ ആത്മാക്കളെ മോഷ്ടിച്ച് അവൻ്റെ രാജ്യത്തിൽ നമ്മുടെ ആത്മാക്കളെ ചേർക്കുന്നതിനും അവൻ്റെ രാജ്യം വിസ്തൃതമാക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും വേണ്ടിയാണ് അവൻ നിരന്തരം പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ കെണിയിൽ നാം പെട്ടുപോകരുത്. നാം പ്രാർത്ഥിച്ചും വചനം കേട്ടും
വചനം ധ്യാനിച്ചും ഹൃദയശുദ്ധി വരുത്തിയാൽ മാത്രം പോരാ. പിശാച് പിന്നെയും കെണി ഒരുക്കിക്കൊണ്ടേയിരിക്കും. പ്രലോഭനങ്ങളുമായി വന്ന് നമ്മെ കെണിയിൽ വീഴ്ത്താൻ പരിശ്രമിക്കും. അപ്പോൾ വിശുദ്ധി വരുത്തിയ ഹൃദയമായിരുന്നാലും അത് ശൂന്യമാണെങ്കിൽ അവിടെ പിശാച് കയറി വരും. അവിടെ ശൂന്യമാക്കി ഇടുകയല്ല വേണ്ടത്. ദൈവത്തിൻ്റെ വചനങ്ങൾ കൊണ്ട് ഹൃദയം നിറയ്ക്കണം. നാം ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം നിറയ്ക്കുമ്പോൾ ഒരിക്കലും തിന്മയുടെ ശക്തിക്ക് കടന്നു വന്ന് നമ്മെ മനുഷ്യ മക്കളെ ആക്രമിക്കാൻ സാധിക്കുകയില്ല. അല്ല എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വചനമില്ലെങ്കിൽ അവൻ തിരിച്ചു വരുമ്പോൾ അടിച്ചുവാരി വൃത്തിയാക്കിയിരിക്കുന്നത് കാണുന്നു. അവിടെ സ്ഥലം വിസ്തൃതമായി കാണുമ്പോൾ അവന് ഒറ്റയ്ക്ക് കയറാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി അവൻ തിരിച്ചുപോയി അവനേക്കാൾ ശക്തിയേറിയ 7 അശുദ്ധാത്മാക്കളെയും കൂട്ടിക്കൊണ്ട് വരും. അപ്പോഴാണ് ആ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായി തീരുന്നത്. അതിനാൽ നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഹൃദയത്തിൽ വചനം നിറയ്ക്കണം. വചനം ഇല്ലെങ്കിൽ ദുഷ്ടശക്തികൾ നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയും. സങ്കീർത്തനം 119:11 സങ്കീർത്തകൻ പറയുന്നുണ്ട്, അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ സൂക്ഷിക്കാം. പാപത്തിൽ നിന്ന് അകന്നു ജീവിക്കാം. സാത്താനെ ഓടിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.